സെറോക്സ് എന്നത് വെറും ഒരു കമ്പനിയുടെ പേരല്ല. നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുന്നതിനെ സെറോക്സ് എടുക്കുക എന്നാണ് പറയുന്നത്. അത്രയധികം സ്വാധീനം ഈ കമ്പനി ലോകത്തിലുണ്ടാക്കി. പേപ്പർ ഡോക്യുമെന്റുകൾ പകർത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം കൊണ്ടുവന്നത് ഇവരാണ്. എന്നാൽ കമ്പ്യൂട്ടർ ലോകത്തെ പല മാറ്റങ്ങളും ആദ്യം കണ്ടുപിടിച്ചിട്ടും അതിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. സെറോക്സ് കമ്പനിയുടെ ചരിത്രം തുടങ്ങുന്നത് ചെസ്റ്റർ കാൾസൺ എന്ന വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം ഒരു പേറ്റന്റ് അറ്റോർണി ആയിരുന്നു. ഓഫീസിലെ ജോലികൾക്കിടയിൽ പേപ്പറുകൾ പകർത്തി എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാൾസണ് കൈകളിൽ വേദനയും ഉണ്ടായിരുന്നു. അതിനാൽ പേപ്പറുകൾ ഓട്ടോമാറ്റിക്കായി പകർത്താൻ ഒരു മെഷീൻ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പലരും ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ഇത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് ചിലവേറിയതായിരുന്നു. കാൾസൺ വൈദ്യുതിയും വെളിച്ചവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു. 1938 അദ്ദേഹം തൻ്റെ ആദ്യത്തെ പരീക്ഷണം നടത്തി. 10, 22, 38 അസ്റ്റോരിയ എന്ന് ഒരു ഗ്ലാസ് സ്ലൈഡിൽ അദ്ദേഹം എഴുതി. അത് വിജയകരമായി പകർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ സാങ്കേതിക വിദ്യയെ അദ്ദേഹം ഇലക്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് വിളിച്ചു. കാൾസൺ തൻ്റെ കണ്ടുപിടുത്തം വലിയ കമ്പനികൾക്ക് വിൽക്കാൻ ശ്രമിച്ചു. അദ്ദേഹം IBM, ജനറൽ ഇലക്ട്രിക് തുടങ്ങിയ വലിയ കമ്പനികളെ സമീപിച്ചു. എന്നാൽ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് അവർ കരുതി. ഒരു ഇലക്ട്രോണിക് മെഷീന് വലിയ ചിലവ് വരുമെന്നും അതിന് വിപണിയിൽ ഡിമാൻഡ് ഉണ്ടാകില്ലെന്നും അവർ പറഞ്ഞു. ഏകദേശം 5 വർഷത്തോളം അദ്ദേഹം പല കമ്പനികളുടെയും വാതിലുകൾ മുട്ടി. ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. ന്യൂയോർക്കിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറിയ കമ്പനിയായിരുന്നു ഹാലോയിഡ് കമ്പനി. അവർ ഫോട്ടോഗ്രാഫിക് പേപ്പർ നിർമ്മിക്കുന്നവരായിരുന്നു. അവരുടെ ബിസിനസ് അത്ര ലാഭത്തിലായിരുന്നില്ല. പുതിയ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കമ്പനി രക്ഷപ്പെടൂ എന്ന് അവരുടെ ലീഡർ ജോസഫ് C. വിൽസൺ കരുതി. 1947 വിൽസൺ കാൾസനെ കണ്ടെത്തി. കാൾസൺ കണ്ടുപിടിച്ച ഇലക്ട്രോ ഫോട്ടോഗ്രാഫി എന്ന വിദ്യയിൽ വിൽസൺ വലിയ സാധ്യത കണ്ടു. അങ്ങനെ ഹാലോയിഡ് കമ്പനി കാൾസണുമായി ഒരു കരാർ ഉണ്ടാക്കി. അവർ ആ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ഇലക്ട്രോ ഫോട്ടോഗ്രാഫി എന്ന പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ അവർ ഒരു ഗ്രീക്ക് പ്രൊഫസറുടെ സഹായം തേടി. കരകൗശലം അല്ലെങ്കിൽ ഡ്രൈ റൈറ്റിംഗ് എന്നർത്ഥം വരുന്ന സെറോഗ്രഫി എന്ന പേര് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ കമ്പനി തങ്ങളുടെ മെഷീനുകൾക്ക് സെറോക്സ് എന്ന പേര് നൽകി. പിന്നീട് കമ്പനിയുടെ പേര് ഹാലോയിഡ് സെറോക്സ് എന്നും ഒടുവിൽ വെറും സെറോക്സ് എന്നും മാറ്റി. 1959 കമ്പനിയുടെ തലവര മാറിയത്. അവർ സെറോക്സ് 914 എന്ന മെഷീൻ പുറത്തിറക്കി. ഇത് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് പ്ലെയിൻ പേപ്പർ കോപ്പിയർ ആയിരുന്നു. സാധാരണ പേപ്പറിൽ മഷി ഉണങ്ങാതെ തന്നെ കോപ്പി എടുക്കാമെന്നത് വലിയ അത്ഭുതമായിരുന്നു. ഈ മെഷീൻ വളരെ വലുതായിരുന്നു. ഇതിന് ഏകദേശം 650 പൗണ്ട് ഭാരമുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ പ്രവർത്തനം വളരെ ലളിതമായിരുന്നു. ഒരു ബട്ടൺ അമർത്തിയാൽ കോപ്പി ലഭിക്കും. ദിവസത്തിൽ ആയിരക്കണക്കിന് കോപ്പികൾ എടുക്കാൻ ഇതിന് സാധിക്കുമായിരുന്നു. ഈ മെഷീൻ തീ പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നത് ഒരു പ്രശ്നമായിരുന്നു. അതിനാൽ ഓരോ മെഷീന്റെ കൂടെയും ഫയർ എക്സ്റ്റിങ്ക്വിഷർ അവർ സൗജന്യമായി നൽകിയിരുന്നു. എങ്കിലും ജനങ്ങൾ ഈ മെഷീനെ സ്നേഹിച്ചു. ഓഫീസുകളിലെ ജോലികൾ ഇത് വളരെ എളുപ്പമാക്കി. സെറോക്സ് 914 മെഷീൻ നിർമ്മിക്കാൻ വലിയ ചിലവ് വരുമായിരുന്നു. അതിനാൽ അത് വിൽക്കാൻ പ്രയാസമായിരുന്നു. ഇവിടെയാണ് സെറോക്സ് ഒരു പുതിയ ബിസിനസ് തന്ത്രം കൊണ്ടുവന്നത്. അവർ മെഷീൻ വിൽക്കുന്നതിന് പകരം വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചു. ഇതിനെ ലീസിംഗ് എന്നവർ വിളിച്ചു. ഓഫീസുകളിൽ മെഷീൻ സൗജന്യമായി വയ്ക്കും. ഉപഭോക്താക്കൾ എടുക്കുന്ന ഓരോ കോപ്പിക്കും നിശ്ചിത തുക കമ്പനിക്ക് നൽകണം. ഇത് വലിയ വിജയമായി. ഓഫീസുകൾ മെഷീൻ വാങ്ങാൻ പണം മുടക്കേണ്ടതില്ല. എന്നാൽ അവർ ധാരാളം കോപ്പികൾ എടുത്തു. ഇതിലൂടെ സെറോക്സ് കമ്പനിക്ക് വലിയ വരുമാനം ലഭിച്ചു തുടങ്ങി. 1960കളിൽ അമേരിക്കയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനിയായി സെറോക്സ് മാറി. അവരുടെ വരുമാനം കോടികളായി ഉയർന്നു. സെറോക്സിന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു. ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. 1970 കാലിഫോർണിയയിലെ പൗലോ ആൾട്ടോയിൽ അവർ ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങി. ഇതിന്റെ പേരാണ് സെറോക്സ് പാർക്ക്, അതായത് പാലോ ആൾട്ടോ റിസർച്ച് സെന്റർ. ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും അവർ അവിടെ നിയമിച്ചു. അവർക്കിഷ്ടമുള്ളത് പരീക്ഷിക്കാൻ അവസരം നൽകി. ഇവിടെയാണ് ഇന്നത്തെ കമ്പ്യൂട്ടർ ലോകത്തെ പല പ്രധാന കണ്ടുപിടുത്തങ്ങളും നടന്നത്. സെറോക്സ് പാർക്കിൽ നടന്ന കണ്ടുപിടുത്തങ്ങൾ അത്ഭുതകരമായിരുന്നു. ഒന്നാമതായി ആൾട്ടോ എന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ. ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ ആദ്യ രൂപമായിരുന്നു അത്. ഇതിന് സ്വന്തമായി സ്ക്രീനും കീബോർഡും ഉണ്ടായിരുന്നു. രണ്ടാമതായി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അഥവാ GUI. കമ്പ്യൂട്ടറിൽ ചിത്രങ്ങളും ഐക്കണുകളും ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയാണിത്. ഇതിനു മുമ്പ് കമാൻഡുകൾ ടൈപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു. മൂന്നാമതായി മൗസ്. കമ്പ്യൂട്ടർ സ്ക്രീനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മൗസ് കണ്ടുപിടിച്ചത് ഇവിടെയാണ്. നാലാമതായി ഇഥർനെറ്റ്. കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനമാണിത്. അഞ്ചാമതായി ലേസർ പ്രിന്റർ. വളരെ വേഗത്തിലും വ്യക്തമായും പ്രിന്റ് എടുക്കാൻ ഇത് സഹായിച്ചു. ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും സെറോക്സ് ഇതിൽ നിന്നൊന്നും വലിയ നേട്ടം ഉണ്ടാക്കിയില്ല. അത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിഴവായി മാറി. സെറോക്സ് കമ്പനിയുടെ മാനേജ്മെന്റ് ന്യൂയോർക്കിലായിരുന്നു. അവർക്ക് കോപ്പിയർ മെഷീനുകൾ വിൽക്കുന്നതിൽ മാത്രമായിരുന്നു താല്പര്യം. കമ്പ്യൂട്ടർ എന്നത് ഭാവിയിലെ വലിയ ബിസിനസ് ആകുമെന്ന് അവർ കരുതിയില്ല. പാർക്കിലെ എഞ്ചിനീയർമാർ ഉണ്ടാക്കിയ ആൾട്ടോ കമ്പ്യൂട്ടർ വിൽക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല.
അത് വളരെ ചിലവേറിയതാണെന്നും ആരും വാങ്ങില്ലെന്നും അവർ വിശ്വസിച്ചു. 1979 ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് സെറോക്സ് പാർക്ക് സന്ദർശിച്ചു. ആപ്പിളിന്റെ ഓഹരികൾ സെറോക്സിന് നൽകാമെന്ന കരാറിലാണ് ഈ സന്ദർശനം നടന്നത്. അവിടെ കണ്ട കാര്യങ്ങൾ ജോബ്സിനെ ഞെട്ടിച്ചു. മൗസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് അദ്ദേഹം ആദ്യമായി കണ്ടു. സ്ക്രീനിലെ വിൻഡോകളും മെനുകളും അദ്ദേഹത്തെ ആകർഷിച്ചു. സെറോക്സ് അവരുടെ സ്വർണം പോലെയുള്ള ആശയങ്ങൾ ആപ്പിളിന് വെറുതെ കാണിച്ചു കൊടുത്തു. ജോബ്സ് തിരികെ പോയി ആപ്പിളിന്റെ എഞ്ചിനീയർമാരോട് ഈ രീതിയിൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ആപ്പിൾ ലിസയും പിന്നീട് മാക്കിൻടോഷും ഉണ്ടായത്. കമ്പ്യൂട്ടർ വിപ്ലവത്തിന് തുടക്കമിട്ടത് സെറോക്സിന്റെ ആശയങ്ങളായിരുന്നു. എന്നാൽ അതിന്റെ ഗുണം ലഭിച്ചത് ആപ്പിളിനും പിന്നീട് മൈക്രോസോഫ്റ്റിനുമാണ്. ഒരു വശത്ത് കമ്പ്യൂട്ടർ വിപ്ലവം നഷ്ടപ്പെടുത്തിയപ്പോൾ മറുവശത്ത് അവരുടെ പ്രധാന ബിസിനസ്സിലും പ്രശ്നങ്ങൾ തുടങ്ങി. 1970 വരെ കോപ്പിയർ വിപണിയിൽ സെറോക്സിന് എതിരാളികളില്ലായിരുന്നു. എന്നാൽ ജപ്പാനിൽ നിന്നുള്ള കാനൺ, റിക്കോ തുടങ്ങിയ കമ്പനികൾ വിപണിയിലെത്തി. സെറോക്സിന്റെ മെഷീനുകൾ വളരെ വലുതും വില കൂടിയതുമായിരുന്നു. വലിയ കമ്പനികൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ജപ്പാൻ കമ്പനികൾ ചെറിയ കോപ്പിയറുകൾ നിർമ്മിച്ചു. അവ വില കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരുന്നു. ചെറിയ ഓഫീസുകളും കടകളും ജാപ്പനീസ് മെഷീനുകൾ വാങ്ങാൻ തുടങ്ങി. സെറോക്സ് ഈ മാറ്റം ശ്രദ്ധിച്ചില്ല. തങ്ങളാണ് വിപണിയിലെ രാജാക്കന്മാർ എന്ന് അവർ അഹങ്കരിച്ചു. ഉപഭോക്താക്കൾക്ക് വില കുറഞ്ഞ മെഷീനുകൾ വേണമെന്ന കാര്യം അവർ അവഗണിച്ചു. പതുക്കെ സെറോക്സിന്റെ വിപണി വിഹിതം കുറയാൻ തുടങ്ങി. 1980കളിൽ സെറോക്സ് വലിയ പ്രതിസന്ധിയിലായി. അവരുടെ വരുമാനം തീരെ കുറഞ്ഞു. ലാഭം ഇല്ലാതായി. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ജാപ്പനീസ് കമ്പനികൾ മികച്ച ക്വാളിറ്റി കുറഞ്ഞ വിലയിൽ നൽകി. ഡേവിഡ് കിയേൺസ് എന്ന പുതിയ സിഇഒ കമ്പനിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ആശയം നടപ്പിലാക്കി. ജപ്പാൻ കമ്പനികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പഠിച്ചു. കമ്പനിയുടെ ചിലവുകൾ കുറച്ചു. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി. ഇത് കമ്പനിയെ താൽക്കാലികമായി രക്ഷിച്ചു. 1990കളിൽ ലോകം ഡിജിറ്റൽ ആകാൻ തുടങ്ങി. പേപ്പർ കോപ്പികളുടെ ആവശ്യം കുറഞ്ഞു. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഫയലുകൾ പ്രിന്റ് ചെയ്യാൻ ലേസർ പ്രിന്ററുകൾ ആവശ്യമായി വന്നു. സെറോക്സ് തങ്ങളെ ദി ഡോക്യുമെന്റ് കമ്പനി എന്ന് വിളിക്കാൻ തുടങ്ങി. പേപ്പർ ആയാലും ഡിജിറ്റൽ ആയാലും ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് തങ്ങളാണെന്ന് അവർ അവകാശപ്പെട്ടു. എന്നാൽ ഈ മാറ്റം അവർക്ക് എളുപ്പമായിരുന്നില്ല. അനലോഗ് മെഷീനുകളിൽ നിന്ന് ഡിജിറ്റൽ മെഷീനുകളിലേക്ക് മാറാൻ അവർ ബുദ്ധിമുട്ടി. അവരുടെ വിൽപ്പനക്കാർക്ക് പഴയ മെഷീനുകൾ വിൽക്കാനായിരുന്നു താല്പര്യം. കാരണം അതിലായിരുന്നു അവർക്ക് കൂടുതൽ കമ്മീഷൻ ലഭിച്ചിരുന്നത്. പുതിയ ഡിജിറ്റൽ മെഷീനുകൾ വിൽക്കാൻ അവർക്ക് പരിശീലനമില്ലായിരുന്നു. 2000ന്റെ തുടക്കത്തിൽ സെറോക്സ് വീണ്ടും വലിയ കുഴപ്പത്തിൽ ചാടി. കമ്പനി ലാഭത്തിലാണെന്ന് കാണിക്കാൻ അവർ കണക്കുകളിൽ കൃത്രിമം കാണിച്ചു. യഥാർത്ഥത്തിൽ ഇല്ലാത്ത വരുമാനമുണ്ടെന്ന് അവർ രേഖപ്പെടുത്തി. മെക്സിക്കോയിലും മറ്റ് സ്ഥലങ്ങളിലും നടന്ന ബിസിനസ്സുകളിൽ വലിയ ക്രമക്കേടുകൾ നടന്നു. ഇത് പുറത്തായപ്പോൾ വലിയ വിവാദമായി. അമേരിക്കയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അവർക്കെതിരെ കേസെടുത്തു. സെറോക്സിന് വലിയ തുക പിഴ അടക്കേണ്ടി വന്നു. $10 മില്യൺ പിഴയായി നൽകിയത്. അവരുടെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞു. നിക്ഷേപകർക്ക് കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കമ്പനി പാപ്പരാകുമെന്ന അവസ്ഥ വന്നു. ഈ സമയത്താണ് ആൻ മുൽക്കാഹി കമ്പനിയുടെ സിഇഒ ആയി ചുമതലയേൽക്കുന്നത്. അവർക്ക് മുൻപ് സിഇഒ ആയിരുന്നയാൾക്ക് കമ്പനിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മുൽക്കാഹിക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ അറിവില്ലായിരുന്നു. എന്നാൽ അവർക്ക് കമ്പനിയെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. അവർ കടുത്ത തീരുമാനങ്ങൾ എടുത്തു. ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. ലാഭമില്ലാത്ത ബിസിനസ് വിഭാഗങ്ങൾ വിറ്റു. ഗവേഷണത്തിന് നൽകുന്ന പണം കുറച്ചു. ബാങ്കുകളുമായി സംസാരിച്ച് വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാവകാശം നേടി. അവരുടെ തീവ്രശ്രമം കാരണം സെറോക്സ് പാപ്പരാകാതെ രക്ഷപ്പെട്ടു. മുൽക്കാഹിക്ക് ശേഷം ഉർസുല ബേൺസ് സിഇഒ ആയി. ഒരു വലിയ അമേരിക്കൻ കമ്പനിയുടെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീയായിരുന്നു അവർ. പേപ്പർ കോപ്പികൾ മാത്രം വിറ്റാൽ കമ്പനി നിലനിൽക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ സർവീസസ് അഥവാ സേവന മേഖലയിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. മറ്റ് കമ്പനികളുടെ ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യുക, ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുക, ടോൾ പിരിക്കുക തുടങ്ങിയ ജോലികൾ സെറോക്സ് ഏറ്റെടുത്തു. ഇതിനായി അവർ അഫിലിയേറ്റഡ് കമ്പ്യൂട്ടർ സർവീസസ് എന്ന കമ്പനിയെ വാങ്ങി. $6.4 ബില്യൺ നൽകിയാണ് ഈ കമ്പനിയെ വാങ്ങിയത്. ഇത് സെറോക്സിന്റെ സ്വഭാവം മാറ്റി. അവർ വെറും ഒരു മെഷീൻ കമ്പനി അല്ലാതായി മാറി. എന്നാൽ ഈ മാറ്റം പൂർണ്ണമായും വിജയിച്ചില്ല. രണ്ട് വ്യത്യസ്ത തരം ബിസിനസ്സുകൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ അവർ ബുദ്ധിമുട്ടി. 2016 സെറോക്സ് വീണ്ടും ഒരു വലിയ തീരുമാനമെടുത്തു. കമ്പനിയെ രണ്ടായി വിഭജിക്കാൻ അവർ തീരുമാനിച്ചു. മെഷീനുകൾ നിർമ്മിക്കുന്ന പഴയ ബിസിനസ് സെറോക്സ് എന്ന പേരിൽ തുടർന്നു. സേവനങ്ങൾ നൽകുന്ന പുതിയ ബിസിനസ് കോണ്ടുവെന്റ് എന്ന പേരിൽ പുതിയ കമ്പനിയായി. ഇതുവഴി ഓരോ കമ്പനിക്കും അവരവരുടെ മേഖലയിൽ ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് അവർ കരുതി. എന്നാൽ വിപണിയിൽ സെറോക്സിന്റെ പ്രതാപം കുറഞ്ഞുകൊണ്ടേയിരുന്നു. ജപ്പാനിലെ ഫ്യൂജി ഫിലിം കമ്പനിയുമായി സെറോക്സിന് 50 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു. ഏഷ്യയിൽ സെറോക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. 2018 സെറോക്സിനെ ഫ്യൂജി ഫിലിമിന് വിൽക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. ഇത് കമ്പനിയെ രക്ഷിക്കുമെന്ന് ബോർഡ് കരുതി. എന്നാൽ കാൾ ഐക്യാൻ, ഡാർവിൻ ഡീസൺ എന്നീ 2 വലിയ ഓഹരി ഉടമകൾ ഇതിനെ എതിർത്തു. ഈ കച്ചവടം സെറോക്സിന്റെ മൂല്യം കുറച്ചു കാണിക്കുന്നു എന്ന് അവർ വാദിച്ചു. അവർ കോടതിയിൽ പോയി. ഒടുവിൽ ഈ ലയനം നടന്നില്ല. സെറോക്സിന്റെ സിഇഒ രാജിവെക്കേണ്ടി വന്നു. പുതിയ മാനേജ്മെന്റ് അധികാരത്തിൽ വന്നു. 2019 സെറോക്സ് മറ്റൊരു വലിയ നീക്കം നടത്തി.
തങ്ങളെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള HP എന്ന കമ്പനിയെ വാങ്ങാൻ അവർ ശ്രമിച്ചു. കമ്പ്യൂട്ടറും പ്രിന്ററും നിർമ്മിക്കുന്ന വമ്പൻ കമ്പനിയാണ് HP. സെറോക്സിന്റെ ഈ നീക്കം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു ചെറിയ മീൻ വലിയ മീനിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു ഇത്. പ്രിന്റിംഗ് വിപണിയിൽ 2 കമ്പനികളും ഒന്നിച്ചാൽ വലിയ ലാഭമുണ്ടാക്കാമെന്ന് സെറോക്സ് കരുതി. എന്നാൽ HP ഈ നിർദ്ദേശം തള്ളി. സെറോക്സിന് HPയെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്ന് അവർ പറഞ്ഞു. 2 കമ്പനികളും തമ്മിൽ വലിയ വാക്പോര് നടന്നു. ഒടുവിൽ കോവിഡ് മഹാമാരി വന്നതോടെ വിപണി തകർന്നു. അതോടെ സെറോക്സ് ഈ ശ്രമം ഉപേക്ഷിച്ചു. ഇന്ന് സെറോക്സ് പഴയ പ്രതാപമുള്ള കമ്പനിയല്ല. ഡിജിറ്റൽ യുഗത്തിൽ പേപ്പറിന്റെ ഉപയോഗം കുറഞ്ഞത് അവരെ ബാധിച്ചു. ഓഫീസുകളിൽ ഇപ്പോൾ പഴയതുപോലെ വലിയ കോപ്പിയറുകൾ ആവശ്യമില്ല. സെറോക്സ് ഇപ്പോൾ 3D പ്രിന്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ പുതിയ മേഖലകളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളുമായി മത്സരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ചെസ്റ്റർ കാൾസൺ എന്ന വ്യക്തിയുടെ സ്വപ്നത്തിൽ നിന്നാണ് സെറോക്സ് ഉണ്ടായത്. അത് ലോകത്തെ മാറ്റാൻ സഹായിച്ചു. കോടിക്കണക്കിന് ജനങ്ങളുടെ ജോലി എളുപ്പമാക്കി. ഇന്ന് സെറോക്സ് എന്ന പേര് നിലനിൽക്കുന്നു. പക്ഷേ അവർ ഒരിക്കലുണ്ടായിരുന്ന ആഗോള ശക്തിയല്ല. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് മാറ്റങ്ങൾ എത്ര വേഗത്തിലാണ് സംഭവിക്കുന്നത് എന്നതിന്റെ തെളിവാണ് സെറോക്സിന്റെ ചരിത്രം. വലിയ വിജയങ്ങൾ നേടിയാലും ജാഗ്രതയില്ലെങ്കിൽ പരാജയം സംഭവിക്കാമെന്ന് ഈ കമ്പനിയുടെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.